ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ട്രക്കിംഗ് ആണ്. കോയമ്പത്തൂരിനടുത്തുള്ള പൂണ്ടി എന്ന സ്ഥലത്ത് വെള്ളയാങ്കി ഹിൽസ് ഒരു ട്രക്കിംഗ് സ്പോട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ടഫായ ഒരു ട്രക്കിംഗ് സ്പോട്ടാണിത്. 7 മലകളുണ്ട്. 7 മലകൾ കയറി ഇറങ്ങിയാൽ ആണ് ഈ സ്പോട്ടിലെത്തുക. പിന്നെ മേളിൽ ടെമ്പിളൊക്കെ ഉണ്ട്. തമിഴ്നാട്ടുകാർ നോർമലി അവരുടെ ഭക്തിമാർഗത്തിലൂടെ ആ ഒരു ഇതിലാണ് ഇവിടെ മല കയറുന്നത്. പക്ഷെ നമ്മളൊക്കെ ഫുള്ള് മലയാളീസൊക്കെയാണെങ്കിൽ ഒരു ട്രക്കിംഗ് ആ ഒരു മൈൻഡിലാണ് നമ്മളിത് കയറുക. ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാകും. അന്ന് നമ്മുടെ ബാഗൊക്കെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ക്യാമറ ഒന്നും കയറ്റി വിടില്ല. ഇപ്പം അമ്മാതിരി പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അത് ഉണ്ടെന്ന് വിചാരിച്ചാണ് അതിനെ ക്യാമറയൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചേക്കല്ല. അവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തുള്ളൂ. ബാഗൊന്നും നോക്കിയില്ല. നമ്മളതിൽ വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു, 2 ബോട്ടിലുണ്ടായിരുന്നു. അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചരും. അപ്പോൾ ഒരു ബോട്ടിൽ 20 വെച്ചിട്ട് വാങ്ങും. അത് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആ ബോട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് 40 രൂപ തരും. നമ്മൾ 2 ലിറ്റർ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളായിട്ടാണ് കൂടുതലും. പിന്നെ ഇവിടുന്ന് മറക്കാതെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് കയറുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടോ ഒരു സ്റ്റിക്കുണ്ട്. അതില്ലാതെ നമ്മൾ കയറിപ്പോകരുത്. അത്ര സിമ്പിളല്ല. അവസാനം നമുക്ക് ഈ വടിയുടെ വില നമുക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് കയറിപ്പോകാൻ കാര്യം തോന്നും. കുറേ കഴിയുമ്പോഴത്തേക്കും ഈ വടിയുടെ സപ്പോർട്ടിലുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആരും വടിയിൽ നിന്നില്ലാതെ കയറിപ്പോകരുത്. അതായത് നമ്മളെ ചെക്കിങ് ചെയ്യണ ആ സ്പോട്ടിൽ തന്നെ കുറേ വടികൾ എടുപ്പുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നോക്കിയൊരു വടികൾ എടുത്തുകൊണ്ട് പോകാം. പിന്നെ താഴെ എവിടെയോ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് വടി മേടിക്കാവുന്നൊരു ഓപ്ഷനുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് വടി സെലക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം 6-7 കിലോമീറ്ററാണ് വൺ സൈഡ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കിട്ടും. പക്ഷേ മാക്സിമം നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം മുകളിലേക്ക് ചെല്ലുന്നതോറും ബോട്ടിലെ വെള്ളവും ഒക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. പിന്നെ അവിടെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനമൊക്കെ ചുവന്നവർ മുകളിൽ കയറ്റിയിട്ടാണല്ലോ നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു ചാർജ് അവർക്ക് എന്തായാലും എടുക്കും. എന്തായാലും MRPക്ക് നമുക്ക് തരാൻ പറ്റില്ലല്ലോ. വെള്ളം മാത്രമല്ല, ചെറിയ സ്നാക്സോ അല്ലെങ്കിൽ കുക്കുംബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ എന്തായാലും 2-3 ആപ്പിളും കുറച്ച് 2 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കണം. മാക്സിമം വെയിറ്റ് കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബാഗിന് നല്ല വെയിറ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. എന്തായാലും പോയി നോക്കട്ടെ എന്താവും നോക്കാം. പിന്നെ അല്ലെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ ദാഹം കൂടുതൽ വേറെ പൈസ കൊടുത്തിട്ട് നമുക്ക് വെള്ളം വാങ്ങാൻ പറ്റും. ഇപ്പോൾ കയറാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റായി. ഇപ്പോഴേ മടുത്തു. നമ്മളൊക്കെ ഷൂവും ഒക്കെ സെറ്റായിട്ടാണ് ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ടാണ് നമ്മൾ കയറുന്നത്. ഇവിടെയുള്ള അണ്ണന്മാരാണ് ചെരുപ്പ് പോലും ഇല്ലാതാണ് പലരും കയറുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓൾറെഡി നല്ല രീതിയിൽ മടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം കുട്ടികളെ വരുമ്പോഴാണ് ഇങ്ങോട്ട് ലേഡീസിന് പെർമിഷനില്ല. ലേഡീസിനെ കയറ്റി വിടത്തില്ല. എന്തുകൊണ്ട് റീസണല്ല. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ലേഡീസിനെ കണ്ടു. എനിക്ക് തോന്നുന്നു മുകളിൽ ഇതുപോലുള്ള കച്ചവടം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ലേഡീസുകളെല്ലാം ആയിരിക്കാം. ഇതൊരു ടെമ്പിൾ എന്തോ ആണ്. എല്ലാവരും എന്നെ ഫ്രണ്ടിലത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അത് എന്തൊരു വിഗ്രഹം അവിടെ ഉള്ളിരിപ്പുണ്ട്, പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പോകാം. ഇപ്പോൾ തന്നെ ആദ്യത്തെ മല പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് ഓരോ മലയുടെ പേരും അല്ലെങ്കിൽ ഏത് മലയാണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അവസാനം നമുക്ക് ഏത് മലയാണ് നമുക്ക് പറഞ്ഞു തരണം. നമുക്ക് അതിനോട് ചോദിച്ചാൽ അറിയാം. അല്ലാതെ നമുക്കിവിടെ ഒന്നും മാർക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. ഇപ്പോൾ കയറാൻ വന്നിട്ട് ഒരു 1/2 മണിക്കൂറോളായി. പക്ഷേ ഒരു എന്താ പറയുക ഷോപ്പുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ആദ്യത്തെ 1 കിലോമീറ്ററിനുള്ളിലുണ്ട്. 1 കിലോമീറ്ററിൽ ആദ്യത്തെ മല കഴിയുമ്പോഴാണ് ഷോപ്പുകളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ 1 കിലോമീറ്റർ എല്ലാവരും നല്ല അത്യാവശ്യം വെള്ളം എല്ലാം ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതിനുള്ളിലൊരു കടയിട്ടിട്ട് അവർക്കില്ല കച്ചവടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ മലയിൽ വലിയ ഷോപ്പുകളൊന്നും കാണില്ല. അത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഷോപ്പുകളുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല വെയിലുണ്ടെങ്കിലും മരത്തിൻ്റെയൊക്കെ ഒരു തണലുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ സിമ്പിളായിട്ടാണ് കയറി പോകണം. നമ്മൾക്ക് വടിയൊന്നും കുത്തി പിടിക്കുന്നില്ല. വടിയിട്ട് വലിച്ചോണ്ട് പോകണം. നമ്മളൊക്കെ വടിയും കുത്തി പിടിച്ചാണ് ഇപ്പോഴേ കയറി. ശ്വാസം അതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
പിന്നെ ഇത് ശരിക്കും ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്, അല്ലാതെ നമുക്ക് ഒരുപാട് വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. എനിക്കിവിടെ ഒരു 4-5 മലയോ കയറി കഴിയുമ്പോൾ ഒരു വ്യൂ നമുക്ക് കാണാൻ, അല്ലാതെ ഫുള്ള് ഇതേപോലെയുള്ള ഏരിയകളാണ്. പ്രത്യേകിച്ച് നമുക്ക് കാണാനൊന്നും ഉണ്ടാവില്ല. പിന്നെ വെയിൽ ഉണ്ടെങ്കിലും ഈ മരത്തിൻ്റെ തണലൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ, ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് വെയിലിൻ്റെ ഒരു കാടിന് നമുക്ക് അറിയാതെ കയറി പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വെള്ളം സൂക്ഷിച്ച് കുടിക്കുക, കാരണം അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും തൊണ്ട ഡ്രൈ ആയിട്ട് ഒത്തിരി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ വരും. പക്ഷേ അവിടേക്ക് ആദ്യത്തെ ലാസ്റ്റ് മലയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല, അതിന് മുമ്പുള്ള സ്ഥലത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വെള്ളമൊക്കെ സൂക്ഷിച്ച് കുടിച്ച്, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ കൊണ്ടുപോയിക്കൊള്ളണം. പിന്നെ മുകളിലോട്ട് പോകുന്തോറും തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഫുള്ള് 2 സൈഡും മരങ്ങളും ഒക്കെ. ഇപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. വീട്ടിൻ്റെ കാലം ചെരുപ്പ് പോലും ഇല്ല. ചേട്ടനൊക്കെ വരുന്ന ചെരുപ്പില്ലാതെ എൻ്റെ പൊന്നു സമ്മതിച്ചു. ഇവിടെ ചെറിയ എന്താ പറയുക, ഒരു അരുവി എന്നൊക്കെ പറയാം. ശുദ്ധമായ വെള്ളം കേട്ടോ. പക്ഷെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നതുകൊണ്ട് എനിക്കത് കുളിക്കാൻ തോന്നിയില്ല. അവിടെ കുളിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള മല കയറേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും നിന്നില്ല. നല്ല വെള്ളമാണ്, വെള്ളത്തിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തായാലും നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട്. അതുമാത്രം വെള്ളമൊന്നുമില്ല, പക്ഷെ ഒഴുക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഞാൻ കുളിക്കാൻ നിന്നില്ല, ഞാനിങ്ങനെ നടന്ന് പോന്നു. ഈ മലയ്ക്ക് ഒരുപാട് പേരുണ്ട്. വെള്ളയാങ്കി ഹിൽസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഏഴുമല എന്ന് പറയുന്നുണ്ട്, 7 മലകളുള്ളതായിരിക്കും. പിന്നെ ദക്ഷിണേന്ത്യയിലെ കൈലാസം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ശിവൻ്റെ ഒരു അമ്പലമാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഇതിനെപ്പറ്റി കുറേ എന്തൊക്കെയോ എന്താ പറയുക, ചരിത്രത്തിൽ കുറേ കഥകൾ പറയുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് വിട്ടേക്കാം. ഇവിടേക്കാണെങ്കിൽ കുറേ ഷോപ്പുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ ഇതുവരെ ഒന്നും കുടിച്ചില്ല, ഒരു സ്നാക്സൊന്നും കഴിച്ചില്ല. എല്ലായിടത്തും തണ്ണിമത്തനും കുറേ കുക്കുംബറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്ന് വെച്ചാൽ കുറേ ഈച്ചയൊക്കെ വന്നിരിക്കണം. പക്ഷെ നമുക്കതുകൊണ്ട് മനസ്സുകൊണ്ടങ്ങാണ്ട് എന്താ പറയുക, മേടിക്കാൻ തോന്നില്ല. പിന്നെ ഇവിടെയൊക്കെ നോക്കിയേ, പ്ലാസ്റ്റിക്കും എല്ലാം അവരെ നിരോധിച്ചു കേട്ടോ. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് നോക്കി. ചിലപ്പോൾ ഇത് ഈ മാസം കഴിയുമ്പോൾ, അതായത് ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അതേപോലെ ഇത് ക്ലോസ് ചെയ്തതെല്ലാം ഫുള്ള് ക്ലിയർ ചെയ്യായിരിക്കും. അങ്ങനെ ആയിരിക്കും എന്നത് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഫുള്ള് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ അവർ സ്റ്റിക്കർ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഒക്കെ അവർ ഇത് കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കളയുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് ആ ഒരു പ്രശ്നം, ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഒരു മാസ്കൊക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ജസ്റ്റ് കാലിൽ നിന്ന് എടുത്ത് വയ്ക്കുമ്പോഴേ നല്ല രീതിയിൽ പൊടി വറക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസ്ക് വെച്ച്, പക്ഷേ മാസ്ക് വെച്ച് ശ്വാസം വെക്കാനവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും ഒരു ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാമല്ലോ. നല്ല ഇതിൽ പൊടി വറക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന 3 മല കഴിഞ്ഞുള്ളൂ. 4ാമത്തെ മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഈ 4 മല കയറി കഴിയുമ്പോഴാണ്, ഇതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ 7ാമത്തെ മല, അതായത് മുകളിൽ ഒരു ടെമ്പിളൊക്കെ ഉണ്ടല്ലോ. ടെമ്പിൾ കാണാൻ പറ്റില്ല, ഒരു പാറയിടുക്കിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. അപ്പോൾ അവിടെ കയറിയാലേ നമുക്ക് കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആഗ്രഹം നോക്കുമ്പോൾ ഒരു ചെറിയ മല കാണുന്നുണ്ടോ, ആ മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാണ് അടുത്തൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ.
ഈ മലയപ്പുഴ അത്ര വലിയ റിസ്ക് ഇല്ല, ആർക്കും കയറാൻ പറ്റും. ബുദ്ധിമുട്ടാണ്, ടഫാണ്, ശരിക്കും മടുക്കും. കാരണം ഒരു റിസ്ക് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഏരിയാസൊന്നും ഇതിനകത്തില്ല. നമ്മൾ ശരിക്കും മടുത്തു. അത്യാവശ്യം വെള്ളം കൊണ്ടുപോകണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു നല്ലൊരു ട്രക്കിംഗ് ഷൂ വേണം, കാരണം ഈ പൊടികളും പിന്നെ സ്ലിപ്പായി പോവും. അങ്ങനെ തെന്നി ഒരുപാട് പോകുന്നില്ല, പക്ഷേ നമ്മൾ ട്രക്കിംഗ് ഷൂ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ തമിഴന്മാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ തന്നെ അവർ കയറുന്നത്. പിന്നെ കാലൊക്കെ പൊള്ളും നല്ല ഇതിൽ. അപ്പോൾ അങ്ങനെ പോകുന്നവർക്കാണെങ്കിൽ ഓക്കെ, അല്ലാത്തവരാണെങ്കിൽ ഒരു ട്രക്കിംഗ് ഷൂ ഒക്കെ യൂസ് ചെയ്ത് പോരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ശരിക്കും മടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം ചൂട് നമുക്ക് നല്ല ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഇത്രയും ദൂരം നമ്മൾ മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ വന്നുകൊണ്ട് നമുക്ക് വെയിലേൽക്കുന്നുണ്ടായില്ല. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ ചൂട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഉണ്ട്. നമ്മൾ ആദ്യമേ കുറച്ച് ലേഡീസിനെ കണ്ടായിരുന്നു, പക്ഷേ അവരതൊക്കെ കച്ചവടം ചെയ്യുന്നവരാണ്. ഇവിടെ ലാസ്റ്റ് ഒരു കടയിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു, വെള്ളമൊന്നും കുടിച്ചില്ല. കാരണം മാക്സിമം എത്ര ദൂരം പോകുന്നു അത് പോകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് 4ാമത്തെ മല വരെ ലേഡീസ് കടയ്ക്ക് കച്ചവടം ചെയ്യാനൊക്കെ ആയിട്ടിരിപ്പുണ്ട്. അവിടെ വരെയൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകുന്നില്ല, അങ്ങോട്ട് പോകരുത് എന്നാണ് അവരുടെ വിശ്വാസത്തിൽ പറയണം. അതുകൊണ്ട് 4 മല കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിട്ട് പോകുന്നില്ല എന്ന് ആരും പോകില്ല എന്നാണ്. പിന്നെ കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും വൈകിട്ട് കയറുന്നതായിരിക്കും നല്ലത്. വൈകിട്ട്, കാരണം രാവിലെ ഞാനിപ്പോൾ ഒരു 7:30 സ്റ്റാർട്ട് ചെയ്താൽ, പക്ഷേ ഇപ്പോൾ കണ്ട വെയിൽ നമുക്ക് നല്ല ഇതിൽ കിട്ടുന്നുണ്ട്. 10-12 മണി കഴിഞ്ഞ്. അപ്പോൾ ആ 12 മണിക്കുള്ള ചൂട് എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പ്രത്യേകിച്ചും തമിഴ്നാട്, കോയമ്പത്തൂരാണല്ലോ. അപ്പോൾ ആ ചൂട് നമ്മൾ ഭയങ്കര കഠിനമാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടില്ല, പക്ഷേ നമുക്ക് തൊണ്ടയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളം ഇതുവരെ കുടിച്ച് ചേർത്തിട്ടില്ല. എന്നുവെച്ചാൽ ദാഹിക്കുന്നില്ലാത്തതുകൊണ്ടല്ല, മാക്സിമം വെള്ളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ വെള്ളം കിട്ടാതായി കഴിഞ്ഞ് വേറെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നല്ലതിൽ ദാഹിക്കുമ്പോൾ ജസ്റ്റ് 1-2 സിപ്പ് വെള്ളം കുടിക്കും. ഇവിടേക്കെങ്കിലും ഒരാളെ പോലും കാണാനില്ല കേട്ടോ. കാരണം ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഉള്ളൊരു ക്ലിനിക്കുണ്ടെങ്കിൽ ഈ ടൈമിലൊന്നും അങ്ങനെ ഒരുപാട് കയറില്ല. കാരണം ലാസ്റ്റ് ഞാൻ വന്നത് നൈറ്റായിരുന്നു വന്നത്. അന്ന് എന്നോട് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ രാവിലെ ആകുമ്പോൾ കാഴ്ചകൾ കണ്ട് കയറാം എന്ന് വിചാരിച്ചു. അന്നേരം നൈറ്റായിട്ട് ഇത്ര ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം നൈറ്റാകുമ്പോൾ ചൂടോ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇപ്പോൾ ശരിക്കും നല്ല വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് കയറിക്കൊണ്ട് ഒരു ആശ്വാസമുണ്ട്. നൈറ്റാകുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ആകെ കുറച്ച് എവിടെയെങ്കിലും കുറച്ച് വെളിച്ചം മാത്രം കണ്ട്, ഈ ഷോപ്പുള്ള ഫ്രണ്ടിൽ ചെറിയ ലൈറ്റുകളുണ്ടാവും, അങ്ങനെ ചെറിയ വെളിച്ചം മാത്രം കാണാൻ പറ്റും, അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോഴേ നമുക്ക് അവിടെ നല്ല വ്യൂസ് കാണാൻ പറ്റും. എല്ലാം ഉണങ്ങിക്കറിഞ്ഞാൽ ഇരിക്കുന്നതിനും അന്നേരം നമുക്ക് കാണുമ്പോൾ കണ്ട് ഒരു പച്ചമല, ഫുള്ള് പച്ചപ്പ് ഉള്ള. പിന്നെ കാലിനൊക്കെ നല്ല പെയിനാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ വോളിനി അതുപോലെ തന്നെ മൂവോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഞാൻ ഇതൊന്നും എടുക്കാതെ വരുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇവിടെ നടന്നു പോകുമ്പോഴല്ലോ ഇവരൊക്കെ നല്ല, ഇവിടെ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം നല്ല ഫാസ്റ്റായിട്ട് നേരെ സ്ട്രെയിറ്റുള്ള റോഡാണ്. അത് നല്ല രീതിയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ല.
അപ്പോൾ ശരിക്കും 4ാമത്തെ മല നമ്മൾ കയറുന്നുള്ളൂ. ഈ 4ാമത്തെ മലയിൽ കയറുമ്പോൾ ചോദിച്ചപ്പോൾ 4ാമത്തെ ഞാനൊരു 5 6 മലയായെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് വന്നപ്പോൾ നൈറ്റാണ്, നമുക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ 4ാമത്തെ മലയായപ്പോൾ ശരിക്കും അടുത്തു. ഇടയ്ക്ക് നമുക്ക് തിരിച്ചു പോയാൽ നമുക്ക് തോന്നും, പക്ഷെ നമ്മുടെ മൈൻഡാണ് എന്തായാലും കയറി മുകളിൽ കയറിയിട്ടേ പോകും എന്നൊരു വാശിയില്ല, അങ്ങനെ ഒരു മൈൻഡിലാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ എന്തായാലും മുകളിൽ കയറിയിട്ടേ പോകുള്ളൂ. എത്ര മടുത്താലും എത്ര ലേറ്റായാലും ഇന്ന് വൈകിട്ടാണെങ്കിൽ രാത്രി ആയാൽ പോലും ഇവിടെ കയറിയിട്ട് അടുത്ത ദിവസം ആരെങ്കിലും ഇറങ്ങിപ്പോകുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഓടിയൊന്നും പോകുന്നില്ല, 1-2 നല്ല സ്പീഡിൽ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. അല്ലാതെ എല്ലാവരും തന്നെ ഒരു റെസ്റ്റ് ചെയ്ത് നല്ല ടൈം എടുത്താണ് എല്ലാവരും കയറി പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ മല കയറാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ 6ാമത്തെ മലയാണ് കയറിക്കൊണ്ടിരുന്നത്. ഈ 6ാമത്തെ മലയാണ് ഏറ്റവും ടഫായിട്ടുള്ള മല എന്നാണ് പറയുന്നത്. കാരണം വലിയ കുത്തനുള്ള കയറ്റാണ്, അതുകൂടാതെ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. പക്ഷെ ഒരുപാട് ഉണ്ട് ഇതുപോലെയുള്ള ഏരിയകളാണ്. ഇത് കുറച്ചുകൂടി ഹാർഡായിട്ട് വരും. അത്ര തോന്നില്ല, കാരണം കാലൊക്കെ നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്ക് എടുത്തു വെച്ച് കയറേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ കാലിൽ നല്ലതിൽ വലിയും, അപ്പോൾ പേശി വലമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഓൾറെഡി നന്നായിട്ട് മസിൽ കയറി, 2 കാലും ഒരുമിച്ച് കയറി ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ ശ്വാസം പോലും വിടാതെ ഒരവസ്ഥ ഉണ്ടായി. എന്നാലും കുറേ നേരം പിടിച്ച് അവിടെ നിന്ന് വടി നമ്മുടെ കയ്യിൽ സ്റ്റിക്കുള്ളതിൻ്റെ ഗുണം അപ്പോഴാണ് മനസ്സിലായത്. അതും കുത്തി പിടിച്ച് അവിടെ നിന്ന് കാലൊക്കെ നേരെ വെച്ച് കുറേ നേരം അവധി നമുക്കൊരു സമാധാനം കിട്ടി. എല്ലാവരും അവസ്ഥ തന്നെ. ഈ ഇടയ്ക്ക് ഞാൻ പോകുന്നിടയ്ക്ക് ഒരാൾ ഒരുപാട് പ്രായമൊന്നുമില്ല, എനിക്ക് ഒരു 10-20-25 വയസ്സുണ്ടാവും. ഒട്ടും വയ്യാണ്ട് അവനെ പതുക്കെ ആൾക്കാർ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം ഇവിടേക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് വേറൊരു ഓപ്ഷനില്ല. ആൾക്കാർ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇറങ്ങി പോകുള്ളൂ, അതിൻ്റെ വേറെ ഒരു വണ്ടിയോ ഒന്നുമില്ല. അപ്പോൾ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളവർ മാത്രമാണ് ഇങ്ങോട്ട് കയറാവുള്ളൂ. കാരണം ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് കയറുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല. ഇറങ്ങുമ്പോൾ നമുക്ക് സുഖമാണല്ലോ, ഇറക്കമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇറങ്ങുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്, കാലിന് നല്ല പെയിനൊക്കെ വരുന്നത്. ഈ മുകളിൽ 2 വലിയ പാറക്കല്ലുകൾ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്ര വലുതായിട്ട് തോന്നില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ശിവൻ്റെ ഒരു അമ്പലമുള്ളത്. അങ്ങോട്ടാണ് ആൾക്കാർ പോകുന്നത്. അവിടെ പോയി എന്തോ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, എന്തോ ഒരു വിശ്വാസമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. 2 പാറയുടെ ഉള്ളിലോട്ട് കയറി പോകണം. എന്താണ് കുറേ പേര് കയറി പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവിടേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട്, ചൂടുണ്ട്, എന്നാലും ഈ കാറ്റുള്ളതുകൊണ്ട് വലിയൊരു ആശ്വാസമുണ്ട്. ഞാൻ ഈ മല കയറുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് താഴ്ന്ന് നമ്മുടെ ഓൾറെഡി 1 ലിറ്റർ വെള്ളം ബാലൻസ് ഉണ്ട്. 1 ലിറ്റർ 1.25 ലിറ്റർ എന്ന് പറയാം. ഞാൻ വെള്ളം കുടിച്ചു. വെറുതും നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഡിസ്പോസൽ ഗ്ലാസ്സിൽ അതിനകത്താണ് സോഡ ഒഴിച്ചൊന്ന് ഉപ്പ് നാരങ്ങയിട്ട് അങ്ങനെ ഒരു ഗ്ലാസ് കുടിച്ചു. ആ ഗ്ലാസ്സിന് റേറ്റ് 50 രൂപയാണ്. അതായത് നമ്മൾ 1/2 ലിറ്റർ സോഡ എണ്ണയിട്ടുള്ളൂ, അവരൊരു 4 ഗ്ലാസ് ഇങ്ങനെ മിനിമം വയ്ക്കും. അപ്പോൾ ഒരു 1/2 ലിറ്റർ സോഡയ്ക്ക് 15 രൂപ ഉണ്ടുള്ളൂ. അതവന്ന് 200 രൂപയ്ക്ക് അവർ വിറ്റ് തീർക്കുന്നു. അവർ ബോട്ടിലായിട്ട് തരുമെന്ന് വെച്ചപ്പോൾ എനിക്ക് സോഡ കിട്ടില്ല മതി, ബോട്ടിലായിട്ട് തരുമെന്ന് വെച്ചപ്പോൾ ബോട്ടിൽ തരില്ല, അവരങ്ങനെ കൊടുക്കുമെന്ന്. പിന്നെ നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് 2 എണ്ണം ഒഴിച്ചു, 2 ഗ്ലാസ് ഒഴിച്ചത് 100 രൂപയായി. പിന്നെ കുടിക്കാൻ തോന്നില്ല, ദാഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വില കൊടുത്താൽ നമുക്ക് കുടിക്കാൻ തോന്നില്ല. പിന്നെ ഇറങ്ങി പോകുമ്പോൾ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടില്ലെങ്കിൽ സ്ലോപ്പാണെങ്കിലും നമ്മൾ ശരിക്കും എടുക്കും, കാണുമ്പോൾ അത്രയും തോന്നില്ല. കാരണം പിന്നെ എന്നാൽ പൊടി ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പതുക്കെ ഷൂ ഒന്ന് ചവിട്ടുമ്പോഴത്തേ പൊടി അങ്ങ് പറക്കണം. മൂക്കിലൊക്കെ ചെല്ലുമ്പോൾ പറയാം ചുമ്മാ കറുത്ത രീതിക്കുന്നു. ഇവിടെയൊക്കെ കയറിക്കുമ്പോൾ ഇപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ.
ഇവിടെ നോക്കിയേ ഒരു തിരക്കൂല കാണാനില്ല. കുറച്ചൊന്നുള്ള ആദ്യമേ ഇപ്പം എന്ത് തിരക്കായിരുന്നു, ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഒരാൾ കയറി വന്നു കഴിയുമ്പോൾ പതുക്കെ മാറിയേക്കാം. കാരണം റെസ്റ്റ് എടുത്ത് തന്നെ എല്ലാവരും കയറുന്നു. ഒരാൾ കയറി വരുമ്പോൾ ആ ഫ്ലോയിലും കയറി പോകട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും സൈഡിലുണ്ടെങ്കിൽ പോലും അങ്ങ് മാറി നിൽക്കും. ഇടി കൂട്ടി ആരും കയറി പോകുന്നില്ല. ആർക്കും പെട്ടെന്ന് കയറി പോകാൻ പറ്റില്ല. അതാണ് എനിക്കുള്ള മെയിൻ റീസണായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഭയങ്കര പൊടിശല്യം എന്ന് പറഞ്ഞാൽ ചെറിയ മഴ പെയ്തെങ്കിൽ എന്ന് പറയാം. പക്ഷേ മഴ പെയ്ത ഇതിലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര പെട്ടെന്ന് സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ചില അങ്ങനത്തെ ചെളി മണ്ണാണ്, നല്ല സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പൊടി ആണെങ്കിലും പൊടി പറക്കുമെന്നേ ഉള്ളൂ. നമുക്കൊരു ചെറിയ ഗ്രിപ്പെങ്കിലും കിട്ടും. മഴ പെയ്ത് കഴിഞ്ഞാണല്ലോ ഫുള്ള് ചെളിയായിരിക്കും, ഉറപ്പായിട്ട് നമ്മൾ വീഴും. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇത് തന്നെയാണല്ലോ. ഗൈസ്, അങ്ങനെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടോ. ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. പക്ഷേ വലിയ വ്യൂ ഒന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ ഇതിൽ കയറി കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു സന്തോഷം കിട്ടും. എൻ്റെ മുകളിൽ കയറിയിട്ട് ഇത് കാണാൻ പറ്റി. ഈ 2 പാറ അടിക്കടയാട്ടോ അമ്പലത്തിലേക്കുള്ള വഴി. ഞാൻ അമ്പലത്തിലേക്കൊന്നും കയറാൻ പോകില്ല. ആദ്യമേ വന്നപ്പോൾ കുറച്ച് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കണമെന്ന് വിചാരിച്ച് 2 പാറ ഉണ്ടോ, അതിൻ്റെ അവിടെ ആരുമില്ല, ശരീരമില്ലല്ലോ. അവിടെ പോയി കുറേ നേരം ഇരുന്നു. ഇടയ്ക്ക് വന്നിങ്ങനെ നോക്കും. ഇവിടെയാണ് ഞാൻ ഇരുന്നത്. ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിറങ്ങി പോകണം. ഇവിടെ പ്രത്യേകിച്ച് വലിയ വ്യൂ എന്നൊന്നും പറയാനില്ല. കാരണം ഈ 2 പാറയാണ് എനിക്കാണ് മെയിൻ ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത്. ഫ്രണ്ട്സ്, അങ്ങനെ ഇവിടെ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ശരിക്കും അടുത്ത് കയറുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മല ഇറങ്ങുകയാണ്. ഇനി ഒരുപാട് നേരം വീഡിയോ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് പോയി ഈ ഒരു കൊച്ചയുമ്പോഴേക്കും നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ കയറുകൊണ്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ മെയിനായിട്ട് നല്ല ഷൂ വേണം, ട്രക്കിംഗ് ഷൂ തന്നെ വേണം. കാരണം പലയിടത്തും സ്ലിപ്പായി പോയി. പിന്നെ ട്രക്കിംഗ് ഷൂ ആയിട്ട് പോലും പലയിടത്തും ഗ്രിപ്പ് കിട്ടാതെ. പിന്നെ അതിൻ്റെ സ്റ്റിക്ക് എടുക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അത് തന്നെയാണ്. സ്റ്റിക്ക് എടുക്കുക എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് കയറാൻ നിൽക്കരുത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ. നമ്മൾ കൈയൊക്കെ വേദന എടുക്കും. എന്നാലും കുത്തിപ്പിടിച്ച് കൈക്കൊക്കെ വേദന എടുക്കും. ഓരോരുത്തരുണ്ടോ വടിയിൽ ഊന്നിയാണ് നിൽക്കണം. വടിയില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരാൾ പോലും വടിയില്ലാതെ ഇങ്ങോട്ട് കയറുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളം എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ 2 ലിറ്റർ, ഞാനൊരു മണ്ടത്തരമായിട്ട് ഞാൻ പറയുന്നു, 3 ലിറ്ററേയും മിനിമം ഇല്ലാണ്ട് കയറാൻ നിൽക്കണ്ട. 4 ലിറ്റർ ഞാൻ പറയുന്നില്ല. കാരണം 4 ലിറ്റർ ആകുമ്പോഴത്തെ നല്ല വെയിറ്റ് വരും. പിന്നെ ഇടയ്ക്ക് വെള്ളം കിട്ടും, മേടിച്ചോടും. വെള്ളം കൂടുതലും കിട്ടുന്നുണ്ട്. കൂടുതലും സോഡ അല്ലെങ്കിൽ സർബത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും കിട്ടും. തണ്ണിമത്തൻ പിന്നെ അതുപോലെയുള്ള സാധനങ്ങൾ കിട്ടും. മിനറൽ വാട്ടറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കൂടുതലും മാക്സിമം വെള്ളം കൊണ്ടുവരാൻ നോക്കുക. പിന്നെ പലയിടത്തും വെള്ളം കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി എടുത്ത് കുറേ നിന്നിട്ട് വേണം, കുറേ നമ്മുടെ ടൈം വേസ്റ്റ് ആകും. പിന്നെ നമ്മുടെ മസിൽ കയറുന്ന കാര്യത്തിൽ 90% ഉറപ്പാണ്. ഇപ്പോൾ ഡെയിലി എക്സസൈസും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം 2 അണ്ണന്മാർ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു, ഞാൻ ഡെയിലി 4 കിലോമീറ്റർ നടക്കും, എന്നിട്ട് എൻ്റെ കാലിന് വേദന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ അണ്ണ പറയുന്നുണ്ട്, എടാ അതുപോലെ അല്ലടാ, ഇത് വേറെ ലെവലാണെന്നോ എന്തൊക്കെയോ പറഞ്ഞവർ പോകുന്നുണ്ട്. പിന്നെ അണ്ണന്മാരെ ഫുള്ള് പാട്ടൊക്കെ കേട്ട് തകർത്താട്ട പോകണം. കാരണം വിജയുടെ പല പാട്ടുകളും കേട്ടാണ്, അത് ബ്ലൂടൂത്തൊക്കെ വെച്ച് അങ്ങനെ കുറേ പോകുന്ന ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ പേരെ എൻജോയ് ചെയ്ത് അങ്ങനെ പോകുന്നവരുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് കുളിക്കുക എന്നുള്ളത്, കുളിച്ചിട്ട് പോകണത് നല്ലതാണ്. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയാൽ നല്ലതായിരിക്കും. പിന്നെ മെയ് വരെ ഉള്ളൂ. മെയ് ലാസ്റ്റ് ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് പറയാം. പിന്നെ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ട്രക്കിങ്സ് കൂടി നമ്മൾ കവർ ചെയ്തു. അത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ടഫായിട്ടുള്ളൊരു ഏരിയ കൂടി. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.